ദൈവത്തിന് സ്തോത്രം. ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മളെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവിന് വേണ്ടിയുള്ള ചില കാര്യങ്ങളാണ്. അതിനായിട്ട് സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അവിടെ ഞങ്ങൾ മല്ലന്മാരുടെ സന്തതികളായ അനാക്യ മല്ലന്മാരെയും കണ്ടു. ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ വെട്ടുകിളികളെ പോലെ തോന്നി. അവരുടെ കാഴ്ചയ്ക്കും ഞങ്ങൾ അങ്ങനെ തന്നെ ആയിരുന്നു. വളരെ ചുരുക്കമായിട്ട് ഈ സംഭവത്തെക്കുറിച്ചൊന്ന് പറയാം. എല്ലാവർക്കും അറിവുണ്ടായിരിക്കും, എന്നാലും ഞാനിതൊന്ന് ശീലിക്കാൻ വേണ്ടിയാണ്. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് യാത്ര ചെയ്ത് കനാൻ ദേശത്തിന് വളരെ അടുത്തെത്തി. അടുത്തത് ആ രാജ്യത്തേക്ക് പ്രവേശിച്ച് ആ രാജ്യം പിടിച്ചടക്കിയാൽ മതി എന്നുള്ള സാഹചര്യത്തിലേക്ക് അവരെത്തുമ്പോൾ ആ ദേശം ഉറ്റുനോക്കാൻ 12 പേരെ മോശെ അയക്കുകയാണ്. ഈ പോയ 12 പേരിൽ 10 പേര് വന്ന് പറഞ്ഞ വാർത്തയാണ് നമ്മളീ കേട്ടത്. അനാക്യൻ മല്ലൻ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ പറയുന്നു, ദൈവത്തിൻ്റെ സന്തതികൾ, ദൂതന്മാരെന്നൊക്കെ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അവർ മനുഷ്യനിലെ സ്ത്രീകളിലുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കുണ്ടായവരെയാണ് നെഫിലിം അല്ലെങ്കിൽ മല്ലന്മാർ, രാക്ഷസന്മാർ എന്നൊക്കെ പറയുന്നവർ. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ നമുക്ക് എല്ലാവർക്കും അറിയാം. ആരാണ്? ഗോലിയാത്ത്. ഗോലിയാത്തിന് വേറെ 4 സഹോദരന്മാരുണ്ട്. അവരെല്ലാം ഏതാണ്ട് ഇതേ സ്വഭാവക്കാരാണ്, അല്ലെങ്കിൽ ഇതേ ശാരീരിക പ്രകൃതിയുള്ളവരാണ്. അനാക്യം എന്ന് പറയുന്നത് തന്നെ ആ മല്ലന്മാരുടെ സമൂഹമാണ്. അവിടെ പിടിച്ചടക്കിയത് ആരാന്ന് ഓർമ്മയുണ്ടോ? ഇതിന് ശേഷം, ഈ സംഭവത്തിന് ശേഷവും 40 വർഷത്തിന് ശേഷം ആ സ്ഥലം ചോദിച്ചു വാങ്ങി പിടിച്ചടക്കിയ ആളാണ് കാലേബ്. അന്ന് കാലേബിന് 80 വയസ്സുണ്ട്. കാലേബ് അന്നും പറയുകയാണ്, എനിക്കിന്നും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ആരോഗ്യമുണ്ടെന്ന്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഒന്നാമത്തെ കാര്യം, അവർ പറഞ്ഞ ഒരു കാര്യം, അവിടെ ഞങ്ങൾ അനാക്യ മല്ലന്മാരെ കണ്ടു. ഇവരുടെ കൂടെ ആരിറങ്ങി പുറപ്പെടണമെന്ന് നിങ്ങൾക്ക് അറിയാം. മോശെ ആദ്യമേ പറഞ്ഞു, നീ ഞങ്ങളോട് വരുന്നില്ലെങ്കിൽ ഞങ്ങളെ അയക്കരുത്. അപ്പോൾ ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ മോശയുടെ ആ വാക്കിൽ നിന്ന് തന്നെ ഉറപ്പെന്താണ്? ഇവരുടെ കൂടെ ആരുണ്ട്? ദൈവം ഉണ്ടെന്നുള്ള ഉറപ്പുണ്ട്. ഞങ്ങൾ വെട്ടുക്കിളികളെ പോലെ തോന്നി. ഒരു വെട്ടുക്കിളി മനുഷ്യനെയും കൂടെ വെച്ചാൽ, ഒരു മനുഷ്യൻ്റെ തുലാഭാരം തൂക്കണമെങ്കിൽ എത്ര വെട്ടുക്കിളി വേണം? അത്രയെങ്കിലുമൊക്കെ വേണം. നോക്കണം, ഒരു ഇച്ചിരി ശരീരം വലിപ്പമുള്ള കുറച്ച് പേരെ കണ്ടപ്പോൾ ഈ ആൾക്ക് സ്വയം എത്ര ചെറുതായി തോന്നിയെന്ന്. ഇനി അവരുടെ കണ്ണിലും, അപ്പോൾ അവരുടെ അടുത്തും ചോദിച്ചു. ചിലപ്പം വഴിയിലെങ്ങണം തടഞ്ഞു നിർത്തി വെല്ലുവിളിക്കാനെങ്ങനെ പോയെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അവരുടെ കണ്ണിലും ഞങ്ങൾ അങ്ങനെയാണെന്ന് ഇവരെങ്ങനെയോ മനസ്സിലാക്കിയത്. എങ്ങനെയാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നത്. ഈ തല്ലങ്ങണം കിട്ടിയോന്നും അറിയത്തില്ല, വഴിയിലെങ്ങണം തടഞ്ഞു നിർത്തി. നിങ്ങൾക്കിപ്പോൾ തന്നെ മനസ്സിലാക്കണം അവരുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ അവരുടെ ഈ ഒരു പ്രസ്താവനയിൽ അവർക്ക് പറ്റിയ പിഴവെന്താണ്. ഒരു വിശ്വാസി എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ടത് നമ്മളെക്കുറിച്ചല്ല. നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ടത് മനുഷ്യൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് നമ്മൾ കുട്ടികളെ കൊണ്ട് നടക്കുക. കുട്ടികളെ കൊണ്ട് ഇപ്പോൾ കയ്യിലുള്ളവർക്കൊക്കെ അറിയാം, കുട്ടികളെ കൊണ്ട് നടക്കുമ്പോഴത്തേക്ക് അവർ കഴിയുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് സ്വതന്ത്രമായി പോകാനായിരിക്കും താല്പര്യം. നമ്മൾ നേരത്തെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുള്ള എന്തെങ്കിലും കാണാതെ അവരൊരിക്കലും തിരിച്ചു വന്ന് നമ്മുടെ കയ്യിൽ പിടിക്കാറില്ല. അപ്പോൾ അവരിൽ ഭയം ഉണ്ടാക്കി കൊടുക്കുന്ന ആരാണ്? ദൈവത്തിന് സ്തോത്രം. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് മനുഷ്യൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ, നമ്മൾ ദൈവത്തിൻ്റെ കയ്യിലോട്ട് പിടിക്കുന്ന എപ്പോഴാണ്? നമ്മൾ ഭയപ്പെടുന്ന ചില സ്ഥലങ്ങളുണ്ട്. ഇനി കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ ശ്രമിച്ച് പരാജയപ്പെട്ട സ്ഥലങ്ങളൊക്കെ തന്നെ ആയിരിക്കും. ദൈവാശ്രയമില്ലാതെ നമ്മൾ പരാജയപ്പെട്ട രംഗത്തെത്തുമ്പോൾ വീണ്ടും നമുക്ക് ഭയം വരും. ഇത്തരം സംഗതികൾ ആവർത്തിക്കാന്നല്ല, ഒരു ഉണ്ടാകാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിൽ നിന്ന് മാറിപ്പോകാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഭയം നമുക്ക് ഒഴിവാക്കാം. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇവർക്ക് പെരുമാറാൻ അറിഞ്ഞുകൂടായിരുന്നു എന്നാണ് ശരിയായ വസ്തുത.
നമ്മൾ പ്രത്യേകം ഞാൻ ജനറലായിട്ട് 2 പ്രിൻസിപ്പിൾ ഞാൻ പറയുകയാണ്. ഒന്ന്, നമ്മൾ ശത്രുവിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ നമുക്ക് മുന്നേ പോകുന്നത് ആരാണ്? ദൈവം നമ്മുടെ ഭാഗത്താണ്. ഈ സമയത്ത് നമ്മളെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും വിളമ്പാൻ പോകണ്ട. നമ്മളെ മനസ്സിലാക്കിയവനാണ് നമുക്ക് മുമ്പേ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ചെന്നാലും വെട്ടുക്കിളിയുടെ പരുവത്തിലാകും എന്നുള്ളത് മനസ്സിലായിട്ടാണ് ആര് മുമ്പേ പോകുന്നത്? ദൈവം മുമ്പേ പോകുന്നത്. ഈ ഒരു ബോധ്യം നമുക്ക് എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. ഞാൻ 2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. അതിനു മുമ്പ് ഈ പ്രിൻസിപ്പിളിൻ്റെ ഒരു മറുഭാഗത്തൂടെ പറയാം. നമ്മൾ ചിലപ്പോൾ ഈ ശത്രുവായിട്ടുള്ള സംഗതിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ കൂടെയുള്ള ആളുമായിട്ട് നമ്മളൊരു അഭിമുഖത്തിൽ വരും. അത് പൊതുവേ നമ്മുടെ ആരാധന സമയം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തെ കാണാൻ ശ്രമിക്കുകയും ദൈവത്തോട് സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആ ഒരു സമയം. ഈ സമയത്ത് നമുക്ക് നേരത്തെ ഉണ്ടായ ആ സ്വഭാവം വരരുത്, നമ്മളെ മറന്നു പോകരുത്. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ആരായിരിക്കണം? നേരത്തെ പറഞ്ഞ വാക്യം അവിടെ പറയേണ്ടത്. ദൈവമേ, ഞാൻ വെട്ടുക്കിളിയാണ് പറയും, പക്ഷെ മനസ്സിൽ വരാറില്ല. കാര്യം താഴ്ന്ന് വീണ് പൊടി എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആൾക്കാരെ കുറിച്ച് നിങ്ങൾ കേട്ടില്ല. ഈ പൊടിയുടെ മൂക്കിലെ പൊടിയും തട്ടിയ സംഗതി വിഷയം മാറും. അപ്പോൾ 2 വസ്തുത പ്രധാനമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ദൈവം നമ്മോട് കൂടെ ഉള്ളപ്പോൾ നമ്മൾ ദൈവത്തെ മാത്രമേ അളക്കാവൂ, ആ ദൈവത്തെക്കുറിച്ച് മാത്രമേ നമ്മൾ പറയാവൂ. നമ്മൾ ദൈവത്തിന് അഭിമുഖമാകുമ്പോൾ നമ്മളെക്കുറിച്ചുള്ള വസ്തുത ശരിയായിട്ട് അങ്ങോട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കണം. 2 അവസ്ഥയെ മനസ്സിലാക്കിയിരിക്കുക. മകൻ തിരിച്ചു വന്നതിൻ്റെ സന്തോഷം, മുടിയനായ പുത്രൻ നമ്മൾ വിളിക്കപ്പെടുന്ന ആളുടെ വീട്ടിൽ ഈയൻ്റെ മകൻ എന്ന് വേറൊരു ദിവസം പറയാറുണ്ട്. പറഞ്ഞാൽ അപ്പൻ്റെ പേര് ഈയൻ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. വായിക്കുമ്പോൾ ആൾക്കാരിങ്ങനെ വായിക്കാറുണ്ട്, ഈയൻ്റെ മകൻ മരിച്ചവനായിരുന്നു എന്ന്. പിന്നെ മുടിയനെന്നും പൊടിയനെന്നും ഒക്കെ അദ്ദേഹം പേര് പറഞ്ഞൊക്കെ വിളിക്കാറുണ്ട്. കേരളത്തിലൊരു ദേവദാസന. എന്തായാലും ആ വീട്ടിലെ സന്തോഷം അനുഭവിക്കാൻ ആർക്ക് കഴിയുന്നില്ല? മൂത്ത പുത്രന് കഴിയുന്നില്ല. അവൻ അപ്പനോട് എന്തു പറ്റി? പിണക്കമായി, അകത്ത് കടക്കാൻ കഴിയാതെ. ന്യായമായിട്ടും വേദപുസ്തകം പറയുന്ന പ്രകാരം ഈ സമയത്ത് ദൂതന്മാരെന്തുവാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദൂതന്മാർ സന്തോഷിക്കുക. ഈ സമയത്ത് ഇദ്ദേഹത്തിന് എന്ത് പറ്റുന്നില്ല? സന്തോഷം പറ്റുന്നില്ല. വിശ്വാസികൾ പൊതുവെ എത്താൻ സാധ്യതയുള്ള സ്ഥലങ്ങളാട്ടോ. അവനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പിന്നെയും ഇദ്ദേഹത്തിന് പറയാറുണ്ട്. ഇയാൾ വന്ന് അപ്പനോട് ക്ഷമ ചോദിച്ചു, അതിൻ്റെ ഏറ്റവും മേളിൽ ഉള്ള അതോറിറ്റിയോടും ക്ഷമ ചോദിച്ചു, അല്ലേ? ആരോടൊക്കെയാ? അതെ, 2 പരമോന്നത അതോറിറ്റിയോടും ക്ഷമ ചോദിച്ച് അതിൻ്റെ പരിഹാരവുമായിട്ട് നിൽക്കുമ്പോഴും പിന്നെയും ഇദ്ദേഹം പറഞ്ഞ ആ പഴയ കണക്കാണ്. ദൈവത്തിന് സ്വാഗതം. അപ്പൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ഇദ്ദേഹം കാണേണ്ടിയിരുന്നത് ആരെക്കുറിച്ചാണ്? അദ്ദേഹത്തെക്കുറിച്ച് മാത്രമാണ്. മറ്റേ ആളെക്കുറിച്ച് കാണരുതായിരുന്നു. ദൈവത്തിന് സ്വാഗതം. പ്രാർത്ഥന ചെയ്ത പരീക്ഷനെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹം പ്രാർത്ഥനയിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഒത്തിരി നല്ല കാര്യങ്ങൾ കാണുന്നുണ്ട്, ശരിയായ വസ്തുത കാണുന്നില്ല. തൊട്ടടുത്ത് നിൽക്കുന്നവൻ്റെ മോശപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ മോശപ്പെട്ടെന്ന് അദ്ദേഹത്തിന് തോന്നിയ കാര്യങ്ങൾ, അതൊന്നും ദൈവസന്നിധിയിൽ മോശപ്പെട്ടതല്ലായിരുന്നു. ഉപവാസത്തെക്കുറിച്ച് പറഞ്ഞാലും ചിലപ്പോൾ കാറിനകത്തിരുന്ന് ജോലി ചെയ്യുന്നവർക്കും കസേരയിരുന്ന് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഉപവസിക്കാൻ പറ്റും. പക്ഷേ കായികാധ്വാനം 8 മണിക്കൂറിൽ ചെയ്ത് ജോലി ചെയ്യേണ്ട ഒരാൾക്ക് ചിലപ്പോൾ അത് കഴിഞ്ഞൊന്നും വരത്തില്ല. അതുകൊണ്ട് ആഴ്ചയിൽ ഞാൻ ഉപവസിക്കുന്നുണ്ട് എന്ന് ക്രെഡിറ്റ് പറയാനൊന്നും പ്രാർത്ഥനയിൽ തുനിയേണ്ട കാര്യവുമില്ല.
ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ദൈവത്തിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ നമ്മളെക്കുറിച്ച് കൂടുതലൊന്നും നല്ല കാര്യങ്ങൾ അങ്ങോട്ട് നിരത്തി വയ്ക്കരുത്. കാര്യം അവിടെ ഇത് അങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് വളരെ മോശമായിട്ടാണ്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവസന്നിധിയിൽ നമ്മുടെ നന്മ എന്തെങ്കിലും പറയാൻ പോയാൽ, ഞാൻ എന്തിനെങ്കിലുമൊക്കെ അർഹനാണെന്നൊക്കെ പറയാൻ പോയാൽ അത് അങ്ങോട്ട് ചെല്ലാൻ പോകുന്നത് വളരെ മോശമായിട്ടായിരിക്കും. ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായിട്ട് വീട്ടിലേക്ക് പോയി. വേദപുസ്തകത്തിൽ നോക്കുക, നമ്മൾ കണ്ടിട്ടുള്ള ചുങ്കക്കാരെല്ലാവരും ദൈവം അംഗീകരിക്കപ്പെട്ടവരായി, ദൈവം സ്നേഹിച്ചവരായിട്ട് ഒക്കെയാണ് കടന്നു പോയിട്ടുള്ളത്. എന്നാൽ അന്നത്തെ സമൂഹം, അന്നത്തെ വിശ്വാസ സമൂഹം, യഹൂദന്മാരെന്ന് പറയുന്നവർ ഇവരെ പള്ളിയിൽ പോലും കയറ്റാതെ, ആരാധനയ്ക്ക് കൊള്ളാതെ, അവർ സഹകരിക്കാതെ, അവരുടെ കൂടെ പോയി ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്ന കൂട്ടം. ഇന്നും അതിന് വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യമാണെന്നൊന്നും നമ്മൾ തെറ്റിദ്ധരിക്കരുത്. സമൂഹത്താൽ അംഗീകരിക്കപ്പെടാതിരിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൃപ എന്തോ നമ്മിലുണ്ടെന്ന് കരുതുന്നതായിരിക്കും ഉത്തമമെന്ന് ഞാൻ കരുതുന്നു. ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ വെട്ടുക്കിളികളെ പോലെ തോന്നി. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും തോന്നാൻ പാടില്ലാത്തൊരു വസ്തുതയാണ്. നമുക്ക് വേണ്ടി പൊരുതാൻ ദൈവം നമ്മുടെ മുന്നിലൂടെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ച നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മങ്ങിപ്പോകരുത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതം ഇന്ന് കഴിഞ്ഞു പോയി എന്ന് നമുക്ക് തോന്നരുത്. നമ്മൾ മറ്റുള്ളവരെ മുമ്പിൽ ലജ്ജിതരായെന്ന് നമുക്ക് തോന്നരുത്. ഉദാഹരണത്തിന്, നമ്മളെല്ലാവരും പരിഹാസങ്ങളുടെ മുമ്പിലൂടെ ഒരിക്കലെങ്കിലും നടന്നിട്ടുള്ളവരാണ്. നമ്മൾ പരിഗണിക്കുന്നവർ പരിഹസിച്ചാലേ നമുക്ക് വിഷമം തോന്നാവും. നമ്മൾ പരിഗണിക്കുന്നവർ, ന്യായമായിട്ടും നമ്മുടെ കൂടെ നടക്കുന്നതിൽ ഏറ്റവും നമുക്ക് പരിഗണിക്കാനുള്ളത് നമ്മുടെ ദൈവത്തെയാണ്. ഈ ദൈവം നമ്മളെ പരിഹസിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ലജ്ജ തോന്നണം. നമ്മുടെ ജീവിതത്തിൽ അത് നമ്മളത് മുഖവിലേക്ക് എടുക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ ആ ദൈവം നമ്മളെക്കുറിച്ച് എന്ത് കരുതുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങളെല്ലാവരും ഒരു പരീക്ഷയെങ്കിലും പാസ്സായിട്ടുള്ളവരും എന്തെങ്കിലുമൊക്കെ ഒരു സർട്ടിഫിക്കറ്റെങ്കിലും വാങ്ങിച്ചിട്ടുള്ളവരാണ്. ഈ സർട്ടിഫിക്കറ്റും വാങ്ങി നിങ്ങൾ വീട്ടിൽ നിന്ന് മടങ്ങി വരുമ്പോൾ, നിങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ചായ കൊണ്ട് കൊടുത്തുകൊണ്ടിരുന്നവൻ പറയുകയാണ്, നീ പരീക്ഷ പാസ്സായിട്ടില്ല, ഞാൻ നിനക്ക് ഫെയിൽ സർട്ടിഫിക്കറ്റ് തരുന്നു എന്ന് പറഞ്ഞാൽ ആ പേപ്പറിന് നിങ്ങൾ എന്ത് വില കൊടുക്കും? ഇവനെന്തോ അസുഖം ബാധിച്ചെന്നേ നമുക്ക് തോന്നും. നമ്മളെ നീതീകരിച്ചതാരാ? അതിന് താഴോട്ട് ആരെന്ത് പറഞ്ഞാലും നമുക്ക് മുഖവിലയ്ക്ക് എടുക്കേണ്ട ഒരു കാര്യവും ഇല്ല. ബോധ്യമാവുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഇനി ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ പരീക്ഷ ഭക്തിയിലേക്ക് പോയി എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് നമ്മുടെ ദൈവത്തിൻ്റെ വില മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ പരീക്ഷ ഭക്തിയിലേക്ക് പോയി എന്ന് നമ്മൾ ഗ്രഹിക്കണം. അതിൻ്റെ സ്വഭാവം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ സന്ദേശം അവസാനിപ്പിക്കും. 2 തിമോഥെയോസ് 3:5 ഇതിനായിട്ടൊന്ന് വായിക്കും. ഒരു വരിയുടെ മേളിലോട്ട് ദൈവപ്രിയമില്ലാതെ എന്നൂടെ വായിച്ചു. അപ്പം ആദ്യം നമ്മളെ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ദൈവപ്രിയമില്ല, ഭോഗപ്രിയമുണ്ട്. ഈ ഭോഗപ്രിയം എന്ന് പറഞ്ഞാൽ പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട്. നമ്മൾ മനസ്സിലും ശരീരത്തിലും സന്തോഷമായിട്ട് ഈ ലോകത്തിൽ അനുഭവിക്കുന്ന എന്തിനേയും ഒരുമിച്ച് പറയാവുന്ന ഒറ്റ വാക്കാണ് ഭോഗം. മനസ്സിലായില്ലേ? മലയാളത്തിലൊരു പഴയ പ്രയോഗമാണ്, ഒത്തിരി പഴയ പ്രയോഗം. തമിഴിലും അതിന് സമാനമായ പ്രയോഗങ്ങളുണ്ട്. ഈ വാക്ക് തന്നെ ഉപയോഗിക്കാറുണ്ട്. ആ നാട്ടിലെ ഭോഗീന്ദ്രൻ എന്നൊക്കെ പേര് പലർക്കും ഇടാറുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ അനുഭവിക്കുന്ന ഈ ലോകത്തിൽ ശരീരത്തിലോ മനസ്സിലോ ഒക്കെ അനുഭവിക്കുന്ന എന്തിനേയും നമുക്ക് ഈ കൂട്ടത്തിൽ പെടുത്താം. അപ്പോൾ പ്രിയം എന്താണ്?
ഇനി നമ്മളെ പ്രിയങ്ങൾ എടുത്തു നോക്കിക്കോ. നമ്മൾ ദൈവപ്രിയമെന്ന് നമ്മൾ പറയുന്നതിന് നമ്മൾ എത്രമാത്രം വില കൊടുക്കുന്നുണ്ട്? മറ്റുള്ളതിന് നമ്മൾ എന്തുമാത്രം വില കൊടുക്കുന്നുണ്ട്, എന്തുമാത്രം സമയം ചിലവാക്കുന്നുണ്ട്? നമ്മൾ വിലയൊക്കെ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? നമ്മൾ എന്തുമാത്രം സമയം ചിലവാക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടാ. നിങ്ങൾ സ്വയം തീരുമാനിച്ച് നിങ്ങൾ വില ഏതിനാണെന്ന് നിങ്ങളുടെ ജീവിതം കൊണ്ട് തന്നെ പ്രഖ്യാപിച്ചു. അതെന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. ദൈവത്തെയാണ് നിങ്ങൾക്ക് പ്രിയമെങ്കിൽ നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങളത് വെളിപ്പെടുത്തിക്കൊള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭോഗപ്രിയരാണെന്ന്, ഭക്തിയുടെ വേഷമാണുള്ളതെന്ന് നിങ്ങൾ സമ്മതിക്കേണ്ടി വരും. ഇനി ത്യജിക്കുന്നത് എന്താണ്? ഭക്തിയുടെ ശക്തി. നമ്മുടെ ഭക്തിയുടെ ശക്തി എന്താണ്? നമ്മുടെ ആത്മാവിനെ വീണ്ടെടുക്കാനുള്ള കഴിവാണ് നമ്മുടെ ഭക്തിയുടെ ശക്തി. ഇത് നമ്മൾ ഒരു തവണ അനുഭവിച്ചാൽ പിന്നെ നമുക്ക് എന്തേ ചെയ്യാൻ പറ്റൂ? നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനേ പറ്റൂ. നമ്മുടെ ഭക്തിയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ ആത്മാവിനെ വീണ്ടെടുക്കാൻ കഴിയുന്ന ശക്തിയാണ്. പുതിയ നിത്യജീവൻ നമുക്ക് തരാൻ കഴിയുന്ന ശക്തിയാണ്. ഇത് നമുക്ക് ഒരു തവണ അനുഭവിക്കാൻ കഴിയൂ. അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? കൊടുക്കാനേ പറ്റൂ. റോമർ 1:16 വായിച്ചാൽ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് വേണം അതിന് മനസ്സിലാവും. അതിന് വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അതെ, ദൈവശക്തിയാകുന്നു, രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മുടെ വിശ്വാസം, നമ്മുടെ ഭക്തി, അതെന്താണ്? അതിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്താണ്? രക്ഷയ്ക്കായിട്ടുള്ള ദൈവശക്തിയാണ്. ഈ ശക്തിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഭോഗപ്രിയം കൊണ്ട് നമ്മളെ വേഷം കൊണ്ട് മറച്ച് നമ്മളില്ലാതാക്കുന്നത്, അല്ലെങ്കിൽ കളഞ്ഞു കുളിക്കുന്നത്, നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. പരിശുദ്ധം, ഭക്തി ഉണ്ടെന്ന് നമ്മൾ നടിക്കുന്നു. അവരുടെ ചില സ്വഭാവങ്ങൾ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് വേണം ചുരുക്കമായിട്ട് ഞാനൊന്ന് പറയാം. ദാനം കൊടുക്കുമ്പോൾ കാഹളം ഊതിക്കും. കാഹളം ഊതിക്കുന്ന ഒരുപാട് സ്വഭാവങ്ങൾ നമ്മളിൽ എല്ലാവരും ഉണ്ട്. പലപ്പോഴും നമ്മൾ അറിയാറ് പോലുമില്ല. നമ്മുടെ സമൂഹം അംഗീകരിക്കുന്ന ചില സംഗതികളുണ്ട്. ഉപവാസം എടുത്തിട്ട് അത് കണക്ക് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആദ്യമൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞാൽ വളരെ ഈ തുടക്കത്തിലുള്ള വിശ്വാസികൾക്ക് അത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിൽ ഒരു ഉപവാസം എടുത്തിട്ടില്ലാത്തവർ, ഒരു 2 നേരം ആഹാരം കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ തലകറങ്ങി വീഴുന്നവരൊക്കെ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കും ആദ്യത്തെ ഒരു 3 ദിവസമൊക്കെ തീരുമാനം എടുക്കുന്നതും. ആ 3ാമത്തെ ദിവസമൊക്കെ തീർന്നു കഴിയുമ്പോഴത്തേക്ക് ആ വ്യക്തിക്ക് ഭയങ്കരമായൊരു സന്തോഷം ഉണ്ടാകും. അവർ ആ സന്തോഷം ദൈവത്തിന് പ്രകടമാക്കുന്നുണ്ടെന്നും കുഴപ്പമൊന്നുമില്ല. ഉദാഹരണത്തിന് നമ്മുടെ പിള്ളേരെ വളർത്തുന്നതിൽ ഇളയ കൊച്ചൊരു ദിവസം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞ് മോളെ ആ പാത്രം സിങ്കിൽ കൊണ്ടിട് എന്ന് പറഞ്ഞാൽ കൊണ്ടിട്ടേച്ച് തിരിച്ചു വരുമ്പം ഗുഡ് ഗേൾ എന്ന് പറഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്യും. എന്നാൽ തൊട്ടപ്പുറത്ത് ചായ പിടിച്ചുകൊണ്ടിരുന്ന ലിജോ ഈ ഗ്ലാസ് കൊണ്ട് സിങ്കിൽ കൊണ്ട് കഴുകി വെച്ചാൽ തിരിച്ചു വരുമ്പോൾ ഗുഡ് ബോയ് എന്ന് പറയുമോ? കൊണ്ട് വെച്ചില്ലെങ്കിൽ ചിലപ്പം രണ്ടിൻ്റെയും വ്യത്യാസം മനസ്സിലായി. ഓരോ പ്രായത്തിനും വേണ്ട അഭിനന്ദനങ്ങളുണ്ട്, അതിന് ആ സമയത്തിൻ്റെ സന്തോഷങ്ങളുണ്ട്. ചിലക്ക് പ്രാർത്ഥന പള്ളിയിൽ നിന്നേ വരത്തുള്ളൂ. നമ്മുടെ ആത്മീയമായിട്ടുള്ള എല്ലാ പ്രകടനങ്ങളും നമുക്ക് എവിടെ കൊണ്ട് അവസാനിക്കും? നമ്മളുടെ ഇവിടെ കൊണ്ട് അവസാനിക്കും. ദൈവവുമായിട്ട് വ്യക്തിപരമായിട്ട് ബന്ധമില്ല. പിന്നെ അത്യാവശ്യം കണക്ക് തീർക്കേണ്ട ഒരു പ്രാർത്ഥന. വീട്ടുകാരെ ബോധിപ്പിക്കാൻ രാവിലെ എഴുന്നേറ്റ് മുട്ടുമേയിരുന്ന് പ്രാർത്ഥിക്കണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥന ഉണ്ടാകണം. ഈ പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഇത് സ്വഭാവത്തിലുണ്ടാകും. അതെങ്ങനെ അറിയണമെന്ന് ചോദിച്ചാൽ അത് നമുക്ക് കാതലായിട്ട് എന്തെങ്കിലും സംഭവിച്ചാലേ പറ്റും. ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ മക്കളിൽ ആരെങ്കിലും വളരെ രോഗാതുരത്തിൽ ആയിട്ട് അത്യാസന്ന നിലയിലായിരിക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ മൊത്ത സ്വഭാവത്തിനൊരു എന്താ 240 വോൾട്ടേജിൽ നിന്ന് നേരെ കുറച്ച് ഒരു 12 വോൾട്ടുകളോട്ടൊക്കെ അങ്ങ് താഴും. അത്യാവശ്യം ജീവിക്കാനുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു വിധത്തിലേക്ക് മാറും. സന്തോഷങ്ങളില്ല, ചിരിയില്ല. എല്ലാ സമയത്തും ഹൃദയത്തിൽ ഒരേ ഒരു പ്രാർത്ഥന, കർത്താവേ ഏത് വിധേനെങ്കിലും ആ കുഞ്ഞിനെ വിടുവിക്കണം, സൗഖ്യം കൊടുക്കണം. ഇതാണ് മനസ്സിലാവുന്നില്ല. ഇതാണ് ആ പ്രാർത്ഥന. ഞാൻ ആ സമയത്ത് മുട്ടുമേലിരിക്കുന്നില്ല, ആരെയും ബോധിപ്പിക്കുന്നില്ല.
പ്രാർത്ഥന, ദൈവമായിട്ടുള്ള ബന്ധം നമുക്ക് ഏത് സമയത്തും നടക്കുന്ന വിധത്തിലാണ് ദൈവം നമുക്ക് കാര്യങ്ങളിപ്പോൾ ക്രമീകരിച്ചു വന്നിരിക്കുന്നത്. യേശുക്രിസ്തു മൂലം നമുക്ക് ചെയ്ത ഏറ്റവും വലിയൊരു ഉപകാരം അതാണ്. പ്രാർത്ഥിക്കാൻ ഒരു മലയും അന്വേഷിച്ച് പോകണ്ട. ദൈവത്തിന് സ്വന്തം ഉപവസിക്കുമ്പോൾ വാടിയ മുഖം കാണിക്കുക. ഞാനിതെല്ലാം മത്തായി 6-ാം അധ്യായത്തിൽ നിന്നാണ് എടുത്തേക്കുന്നത്. 6-ാം അധ്യായം വാക്യങ്ങൾ വേണമെങ്കിൽ ഞാൻ പിന്നെ റെഫറൻസ് തരാം. വാക്യങ്ങൾ വായിച്ച് സമയം കളയണ്ടെന്ന് വിചാരിച്ചാണ്. കാര്യം നിങ്ങൾക്ക് ബോറടിച്ച് തുടങ്ങുന്നതിന് മുമ്പ് ഇത് തീർക്കണം. വാടിയ മുഖം എനിക്ക് മുമ്പ് ഓർമ്മയുണ്ട്. ഞാൻ ജോലിയിലായിരിക്കുമ്പോൾ ഒരാൾ എന്നെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു പ്രാർത്ഥന അപേക്ഷിക്കാനെന്നാണ് പറയാറുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു രസകരമായൊരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം പോകുന്ന കൂട്ടായ്മയിലെ പാസ്റ്ററുടെ കമ്പനിയിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. ഒരു ദിവസം അദ്ദേഹം എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞു, ദൈവമക്കളെ 3 മാസമായി ശമ്പളം കിട്ടിയിട്ട് ദൈവമക്കൾ പ്രാർത്ഥിക്കണം. ശരിയോ തെറ്റോ എന്ന് പറയാൻ പോലും പറ്റാത്തൊരു സംഗതിയാണത്. ഇയാൾ എൻ്റെ മുമ്പിൽ വന്നിട്ട് ഒരു ദിവസം വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് 1 മാസം കൂടുമ്പോഴോ 2 മാസം കൂടുമ്പോഴോ വന്ന് കാണുന്ന കൊണ്ട് കുറച്ച് നേരം സംസാരിച്ചിട്ട് പോകും. അപ്പോൾ അങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് എന്നെ കണ്ടിട്ട് എന്തെങ്കിലും തോന്നുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇങ്ങനൊരു വലിയൊരു ദോഷമുണ്ട് എനിക്കെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ ഒരു കോമൺ മാൻ ചിന്തിക്കുന്ന കോമൺ സെൻസ് എനിക്ക് പലപ്പോഴും ഉണ്ടാകാറില്ല. ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോഴും അതാണ്, വർഷങ്ങൾ എത്രയായെങ്കിൽ. അപ്പോൾ ഇദ്ദേഹം പല വിധത്തിലും ചോദിച്ചു, എൻ്റെ മുഖത്ത് വല്ല ക്ഷീണമുണ്ടോ, എന്നിട്ടും എനിക്ക് ആ ഉപവസിക്കുകയാണോ എന്ന് ചോദിക്കാനുള്ള ആ കോമൺ സെൻസ് വന്നില്ല. അവസാനം ഇദ്ദേഹം സഹി കേട്ടിട്ട് ഇദ്ദേഹം തന്നെ പറഞ്ഞു, കഴിഞ്ഞ 20 ദിവസമായിട്ട് ഉപവാസമാണ്. അപ്പോഴും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. വാടിയ മുഖം മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് ചെയ്യരുത്, വേദോസം പറയുന്നു. മറ്റൊരു പ്രശ്നം സാധാരണ നമ്മൾ അഭിമുഖീകരിക്കുന്നത് സ്വന്തം കണ്ണിലെ കോല്. ഏത് സഹോദരനെ ഇയാൾ നോക്കിയാലും എന്ത് കാണും? സംഗതി കണ്ടേ, കാര്യം എന്താ? കോല് വിട്ടിരിക്കുന്നതുകൊണ്ടാണ്. നമ്മുടെ കാഴ്ചയുടെ പ്രശ്നം ഒത്തിരി ഉണ്ട് നമുക്ക് കേട്ടോ. കാര്യം എൻ്റെ ചിന്താഗതികളിൽ തന്നെ എനിക്ക് മാറ്റം വന്നിട്ടുള്ള ചില സാഹചര്യങ്ങളുണ്ട്. ഒരു കാലത്ത് ഞാൻ വാദിച്ചിരുന്ന പല കാര്യങ്ങളും അതങ്ങനെ അല്ല എന്ന് എൻ്റെ ചിന്താഗതി മാറിയപ്പോൾ എനിക്ക് പറയേണ്ടി വന്നു. ഒരു സ്ത്രീയെ നോക്കിയാൽ മോശപ്പെട്ട വികാരം മാത്രമേ ഉണ്ടാകൂ എന്ന് ഞാൻ വാദിച്ചിരുന്നു. പല ദൈവദാസന്മാരോടും വാദിച്ചു, അവർ മറുപടി പറഞ്ഞില്ല. യവൻ പതുക്കെ ബോധ്യമായിക്കോളുമെന്നായിരിക്കും അവർ ധരിച്ചത്. അല്ലാതെ അവർക്ക് മറുപടി ഇല്ലാഞ്ഞിട്ടാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ വിവേകം തന്നപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെ ഒരു സ്ഥാനമുണ്ടെന്ന്. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മത്തായി സുവിശേഷം 23-ാം അധ്യായം 14-ാം വാക്യം നേരിട്ടൊന്ന് വായിക്കും. ഒരുത്തനെ മതത്തിൽ 23:14 ഒരുത്തനെ മതത്തിൽ ചേർക്കുവാൻ മതി. ദൈവത്തിന് സ്തോത്രം. നമ്മളെല്ലാവരും സുവിശേഷ പ്രവർത്തനത്തിന് താല്പര്യമുള്ളവരാണ്. പക്ഷേ ഇതിന് കൂടെ നമ്മളൊരു കാര്യം കൂടെ മനസ്സിലാക്കിയുള്ള, സുവിശേഷകൻ എന്ന് പറയുന്ന ഒരു ആത്മീയ ശുശ്രൂഷയുണ്ട്. പക്ഷേ ജനനം മുതൽ മരിക്കുന്നത് വരെ സുവിശേഷകൻ മാത്രമായിരിക്കുന്ന ഒരു വിശ്വാസി ഉണ്ടെന്ന് വേദോസം പറയുന്നില്ല. ആശയം മനസ്സിലായോ? സുവിശേഷകൻ എന്ന് പറയുന്ന ഒരു ശുശ്രൂഷ വേദോസം പറയുന്നുണ്ട്. പക്ഷേ ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ ഒരാൾ ഈ ശുശ്രൂഷ മാത്രം ചെയ്യുന്ന വ്യക്തിയായിരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്താണെന്ന് ഞാൻ വ്യക്തമാക്കാം. എനിക്ക് തോന്നുന്നത് ചിലർക്ക് അത് മനസ്സിലാകാൻ ബുദ്ധിമുട്ടുണ്ടെന്ന്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ ആശയം പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനൊരാളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ എനിക്ക് തൃപ്തിയായി എന്ന് പറഞ്ഞാൽ, അവൻ്റെ സ്വന്തം സ്ഥലം പറിച്ച് ഇഞ്ഞു പോന്നു, ഇവിടെ കൊണ്ടുവന്ന് സ്നാനവും കഴിഞ്ഞു. ഇതിൻ്റെ ഒരു വീഡിയോ ഫോട്ടോയും കൂടെ എടുത്തു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇവനെ പൂട്ടി. പിന്നെ ഇവനെന്നെ തിരിച്ച് മറ്റേ സ്ഥലത്തോട്ട് ചെല്ലണമെങ്കിൽ കുറേ ചീത്ത കേൾക്കണം. ഇത് പേടിച്ചെങ്കിലും ഇവൻ എന്ത് ചെയ്യത്തില്ല, പോകത്തില്ല. നമുക്കും ഇത്രയും മതി. അവൻ വളരണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം?
ഞാൻ എന്നും സുവിശേഷകനാണ്, ഇത് മാത്രമേ പറയൂ, അതിനപ്പുറത്തേക്കൊരു വളർച്ച എനിക്ക് ആവശ്യമില്ല, മറ്റൊരു കൃപാവരവും എനിക്ക് വേണ്ട, മറ്റൊരു ശുശ്രൂഷയും എനിക്ക് വേണ്ട എന്ന് നമ്മൾ ശഠിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരുപാട് പേരെ നരകയോഗ്യരാക്കുകയാണ്. അവരെ നമ്മൾ നിത്യജീവനിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാണ് വിളിച്ചിറക്കുന്നത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ വളർച്ചയില്ലാതിരിക്കുന്നത് നിമിത്തം നമ്മൾ അവരെ നരകയോഗ്യരാക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സുവിശേഷത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുന്നതോടൊപ്പം സുവിശേഷം കേട്ട് വരാനുള്ളവർ അല്ലെങ്കിൽ വരുന്നവർ നമ്മളോടൊപ്പം വളർച്ച പ്രാപിക്കുമെന്നുള്ള ഉറപ്പ് നമ്മളുടെ പ്രവൃത്തിയാൽ തന്നെ നമ്മൾ ബോധ്യം വരുത്തണം. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലായോ? സുവിശേഷകൻ എന്ന് പറയുന്നത് മരിക്കുന്നവരെ ആരും അത് മാത്രമായിരിക്കുന്ന എന്ന് വേദവസം പറയുന്നില്ല. ശുശ്രൂഷ ഒരെണ്ണം നിങ്ങൾക്കുണ്ടായിരിക്കാം, 2 ഉണ്ടായിരിക്കാം. പക്ഷേ ഇത് കഴിയുമ്പോൾ നിങ്ങൾ ആത്മീയമായി വർധനവ് പ്രാപിക്കുകയും മറ്റ് പല ശുശ്രൂഷകളിലേക്ക് മാറ്റം വരികയും ചെയ്യും തീർച്ചയായിട്ടും. അപ്പോൾ ദൈവശക്തി, നമ്മൾ വിശ്വസിക്കുന്ന ദൈവശക്തി, ആ ദൈവശക്തിയെക്കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അത് നമ്മുടേതായ ഭോഗങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്ന് വിചാരിച്ച് ദൈനംദിനം ജീവിക്കാനല്ല ദൈവം നമ്മളെ ഈ വിശ്വാസത്തിലേക്ക് വിളിച്ചു വേർതിരിച്ചത്. ഈ ദൈവശക്തി നമ്മുടെ ജീവിതത്തിൽ പലതവണ അനുഭവിച്ച് തന്നത് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ജീവിതത്തിലെ ചില സൗഭാഗ്യങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യത്തിന് വേണ്ടിയും നമുക്ക് ഓരോ സമയത്തും ഉറപ്പ് ലഭിക്കേണ്ടത്. തീർച്ചയായിട്ടും ദൂരയാത്ര വാഹനത്തിൽ ചെയ്തിട്ടുള്ള, വണ്ടി ഓടിച്ചു പോയിട്ടുള്ളവർക്കറിയാം. നമ്മളിപ്പോൾ തിരുനെൽവേലി അല്ലെങ്കിൽ കോടമ്പാക്കം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ യാത്ര ചെയ്തു പോകുന്നു. നമ്മളൊരു 3-4 കിലോമീറ്റർ പോകുമ്പോൾ ഒരു മയിൽക്കുറ്റി കാണും. തിരുനെൽവേലി കണ്ടു, സന്തോഷം, പോയി. അടുത്തൊരു 15 കിലോമീറ്റർ ഈ ഒരു കുറ്റിയും കണ്ടിട്ടില്ലെങ്കിൽ ഓടിക്കുന്നവർക്കൊരു ഒരു വെപ്രാളം തോന്നും. GPS ഒന്നും ഇല്ലാത്ത കാലത്താണെങ്കിൽ തീർച്ചയായിട്ടും വഴി തെറ്റിയോ ഇനി വഴി ആരെങ്കിലും കണ്ടാൽ നിർത്തി ചോദിക്കാമെന്നും തോന്നും, നിർത്തി ചോദിക്കുകയും ചെയ്യും. ഇതുപോലെ നമ്മുടെ യാത്രയിൽ ഉറപ്പ് ലഭിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ ഓരോ ദിവസവും പല കാര്യങ്ങളും ജീവിതത്തിൽ തന്നുകൊണ്ടും നമ്മളെ ചില അത്ഭുതങ്ങളിലൂടെ നടത്തിക്കൊണ്ടുമിരിക്കുന്നത്. ഈ ദൈവശക്തി അറിയുകയും അനുഭവിക്കുകയും ചെയ്തിട്ടും ഈ ദൈവശക്തിയുടെ ഏറ്റവും വലിയ പ്രയോജനം, ആ ബോധ്യം നമുക്ക് നിലനിർത്താനും നമുക്കതിനെ പ്രസംഗിക്കാനും കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ ഭാഗം ഓർത്തു വയ്ക്കുക. ഭക്തിയുടെ ശക്തി നമ്മൾ ത്യജിക്കുന്നവരായിരിക്കുന്നു. ദൈവപ്രിയം നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ദൈവത്തിന് സ്വാഗതം. ദൈവം നമ്മോടൊപ്പം ഉണ്ടെന്നുള്ള ബോധ്യം, ഇത് അനേകരിലേക്ക് കൊടുക്കാൻ കഴിയുന്നതാണെന്നുള്ള ബോധ്യം, ഇത് അനേകർക്ക് പ്രയോജനപ്പെടേണ്ടതാണെന്നുള്ള ബോധ്യം, അവരിവിടെ വന്നാൽ വളർച്ച പ്രാപിക്കണം എന്നുള്ള ബോധ്യം, ഇത്തരം ബോധ്യങ്ങളിലൂടെയാണ് നമ്മൾ ഓരോ ദിവസവും വളർച്ച പ്രാപിക്കേണ്ടത്. ദൈവത്തിന് സ്വാഗതം. ജീവിതത്തിൽ ഒരു സമയത്തും ഏതൊരു ശത്രുവിനെ കണ്ടാലും നമുക്ക് ഇനി ഒരിക്കലും വെട്ടുക്കിളി എന്ന് നമുക്ക് തോന്നരുത്. നമ്മുടെ ദൈവത്തെ നമ്മൾക്ക് കാണാൻ കഴിയാത്ത അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകരുത്. നമ്മുടെ മുമ്പേ പോകുന്ന ദൈവത്തെ ഓരോ നിമിഷവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം, അനുഭവിച്ചു കൊണ്ടിരിക്കണം, സംസാരിച്ചു കൊണ്ടിരിക്കണം. ഇനി അതില്ലാത്ത ചില സമയങ്ങൾ എല്ലാ ജീവിതത്തിലും ഉണ്ടായിരിക്കാം. പക്ഷേ അതിനു മുമ്പേ അവൻ അതിന് ഉറപ്പ് തന്നിരിക്കും. വേദപുസ്തകത്തിലെ പ്രധാന ഭാഗം തന്നെ ഞാൻ പറയാം. 400 വർഷങ്ങളോളം സൈലന്റ് ഇയേഴ്സ് എന്നാണ് പറയാറുള്ളത്. എന്ന് പറഞ്ഞാൽ മലാഖി പ്രവചനത്തിന് ശേഷം ഏതാണ്ട് 400 വർഷത്തോളം ദൈവം ആരോടും സംസാരിച്ചില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ആ 400 വർഷത്തിനല്ല, അതിലും കൂടുതൽ വർഷങ്ങൾക്ക് മുമ്പേ ദാനിയേലിലൂടെ പറഞ്ഞു, കൃത്യം ഇത്ര നാളാകുമ്പോഴേക്ക് 69 വർഷം കഴിയുമ്പോൾ, 69 ആഴ്ചവട്ടക്കാലം കഴിയുമ്പോൾ യേശുക്രിസ്തു ഛേദിക്കപ്പെടും. ആ കാലത്തിലേക്ക് എത്തുന്ന അവസാനത്തെ 400 വർഷങ്ങളാണ് ദൈവം ഒന്നും പറഞ്ഞില്ല എന്ന് നമ്മൾ പറയാത്തതല്ല. ഈ സമയം കൃത്യമായിട്ട് ഇന്ന കാര്യങ്ങൾ നടക്കുമെന്നുള്ളത് നേരത്തെ പറഞ്ഞിരുന്നു, അതെല്ലാം നടന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ദൈവം ചിലപ്പോൾ ഒരു സ്ഥലത്തെത്തുമ്പോൾ പറയും, ഒരു കാര്യം ചെയ്യ്, ഇനി കുറച്ച് നേരം നീ തന്നെ നടന്നു, അപ്പുറത്തെ വളവ് തിരിയുമ്പോൾ ഞാൻ കാണും. ഇത് മാത്രമേ ഉണ്ടാവൂ. ഒരിക്കലും ദൈവം നമ്മളെ പൂർണ്ണമായിട്ടും മറഞ്ഞു നിൽക്കുന്ന ഒരു ദൈവമല്ല. ഈ ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യം, 2 കാര്യങ്ങൾ പ്രത്യേകം, ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന 2 കാര്യങ്ങൾ ഞാൻ പ്രത്യേകം ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഓർത്തിരിക്കുക. നമ്മൾ ഒരിക്കലും നമ്മുടെ മുമ്പേ കടന്നു പോകുന്ന, ശത്രുവിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ നമ്മുടെ മുമ്പേ പോകുന്ന ദൈവത്തെ കാണാത്തവരായിരിക്കരുത്. ദൈവം മുമ്പിൽ ചെല്ലുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മളെ കാണാത്തവരായിരിക്കരുത്. ഞാൻ എന്താണെന്നുള്ള ബോധ്യം, അത് പറയാനുള്ളൊരു ബോധ്യം.
ക്ഷമ കിട്ടിയത് നമുക്ക് മാത്രമല്ല, ലോകത്ത് എല്ലാവർക്കും ക്ഷമ കിട്ടിയിട്ടുണ്ട്. നമ്മൾ അടുത്ത് നിൽക്കുന്ന പ്രാർത്ഥിക്കുന്നതിന് എത്ര ക്ഷമ കിട്ടിയിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. ദൈവം അവനോട് എത്ര പ്രിയമുണ്ടെന്ന് നമുക്കറിയില്ല. അവനെ എങ്ങനെ നടത്താൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഈ ഇത്തരം ഒരു സംഭാഷണം ഉണ്ടായപ്പോൾ യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ വേണം. അവൻ ലോകാവസാനത്തോളം ഇരിക്കുന്നത് നിനക്കെന്താണെന്നാ ചോദിച്ചു. കാര്യം പത്രോസിനാണെന്ന് തോന്നുന്നു ഒത്തിരി ആഗ്രഹമായിരുന്നു മറ്റേ ആളിനെ കുറിച്ച് അറിയാൻ. നമുക്കും നമ്മുടെ ആലോചന കേൾക്കുന്നതിലും താല്പര്യത്തോടെ നമ്മൾ ഈ പ്രവചനമൊക്കെ നടക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് പ്രവചനം പറയുമ്പോൾ നമ്മൾ സ്വോത്രം പറഞ്ഞൊക്കെ ഇരിക്കും, മറ്റുള്ളവർക്ക് പറയുമ്പോൾ നമ്മൾ കാതോർത്തിരിക്കും. സുവിശേഷം രക്ഷയ്ക്കായി ദൈവശക്തിയാണ്. ഈ ദൈവശക്തി മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ മാത്രമേ ഇതിൻ്റെ വില നമുക്കറിയാവൂ എന്ന് നമുക്ക് ലോകത്തോട് പറയാൻ കഴിയൂ. തീർച്ചയായിട്ടും ജീവിതം കൊണ്ട് നമ്മൾ പ്രഖ്യാപിക്കണം നമ്മൾ മനസ്സിലാക്കിയ ദൈവവചനം എന്താണ്. നിങ്ങൾക്ക് ഭോഗപ്രിയമല്ല ദൈവപ്രിയമാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതം കൊണ്ട് പ്രഖ്യാപിക്കണം. ആരും സാക്ഷ്യപ്പെടുത്താൻ വരുന്നില്ല, ദൈവമാണ് നിങ്ങളുടെ സാക്ഷി. ഭക്തിയുടെ വേഷമല്ല, ഭക്തിയുടെ ശക്തി നിങ്ങൾ ഉണ്ട്. അത് നിങ്ങൾ തിരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം കൊണ്ട് അത് വ്യക്തമാക്കണം. ദൈവത്തിന് സ്വാഗതം. ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ.